എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 SLC മെയിനിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മാത്സ് പാർട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പറിൽ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഒരു മൂലയിൽ നിന്നും 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമചതുരം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എന്ത്? അതായത് ഇങ്ങനെ ഒരു സമചതുരം ആണ് വെച്ചെങ്കിൽ ഇവിടെ എല്ലാം 10 വീതമാവും അല്ലെ, 10 വീതമാവും. ഇവിടുന്ന് 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുഞ്ഞ് സ്ക്വയർ നീക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയും 1 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 1 സെന്റിമീറ്റർ ആണ്. ഈ ഒന്നും ഉള്ളത് നമ്മൾ ഇങ്ങോട്ട് നീക്കി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ചുറ്റുമുള്ള അളവ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അപ്പോഴും. കാരണം ഇവിടെ 9 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ 9ഉം 1ഉം 10 തന്നെയായി അല്ലെ. ഇവിടെയും 9ഉം 1ഉം 10. അപ്പൊ ചുറ്റളവില് വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 മൈനസ് 9 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം എന്ന്. അതായത് ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ തന്നെ മൈനസും ഇൻറ്റു ആവുമ്പോൾ ഇൻറ്റു ആദ്യം ചെയ്യണം അല്ലെ. 9 ഇൻറ്റു 2 18. 8 മൈനസ് 18 എത്രയാണ്? -10 വരും. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഏത് വന്നു? -10 എന്ന് വന്നു അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? 8 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ ആദ്യം ചെയ്യണം. 10/5 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ -10 ആണ് വന്നേക്കണേ കേട്ടോ. -10 വേണം. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ 8 മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി അല്ലെ. 8 പ്ലസ് 2 ആയി. 8 മൈനസ് 8 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 8 പ്ലസ് 2 10. 8 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്തായി? -2. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മൾ ആ റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ല എങ്കിൽ തെറ്റും നിങ്ങളുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 സംഖ്യകളുടെ ശരാശരി 9 ആണ്. സംഖ്യകളെല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി. എല്ലാ സംഖ്യകളെയും ഒരേ സംഖ്യ കൊണ്ട്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ശരാശരിനെയും കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കേണ്ടി വരും. കാരണം അത്രയും ശരാശരിയാണ് വരിക. അതായത് ഇപ്പൊ ഇവിടെ 7 സംഖ്യകളുടെ ശരാശരി 9 പറഞ്ഞിട്ടില്ലേ. 2 കൊണ്ട് ഗുണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മള് പുതിയ ശരാശരിയിലും 2 കൊണ്ട് ഗുണിക്കണം. 9 × 2 18 ആവും അപ്പൊ ആൻസർ. കാരണം എല്ലാ സംഖ്യകളെയും 2 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരാശരിയിൽ എന്ത് വ്യത്യാസമാണ് വരിക? ഇൻറ്റു 2 ആണ് വരിക. ഇനി ഡിവിഷൻ ആണ് വെച്ചെങ്കിലോ, അപ്പൊ ഡിവൈഡഡ് ബൈ ശരാശരി, പുതിയ ശരാശരി കാണാൻ ഡിവൈഡഡ് ബൈ അത്രയും സംഖ്യ ചെയ്താൽ മതി. പ്ലസ് ആണ് വെച്ചെങ്കിലോ, പുതിയ ശരാശരി കാണാൻ ശരാശരിയുടെ കൂടെ എത്രയാണോ ആഡ് ചെയ്തത്, എല്ലാ സംഖ്യകളിലും ആഡ് ചെയ്തത് ആ ഒരു സംഖ്യ ഈ ശരാശരിയുടെ കൂടെ ആഡ് ചെയ്യാം. മൈനസിനും അങ്ങനെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 × x - 2 = 1 എങ്കിൽ എക്സിന്റെ വില. നമുക്കറിയാം ഏതൊരു സംഖ്യ റേസ് ടു 0 ആണ് 1 എന്ന് പറയാം. അപ്പൊ x - 2ന്റെ സ്ഥാനത്ത് നമുക്ക് 0 കിട്ടണം അല്ലെ. അപ്പൊ x എന്ത് വരണം? 0 + 2, അതായത് 2 വരണം. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. √4 ഇൻറ്റു √3.6. ഇതിലെങ്ങനെയാണ് ചെയ്യുക? ഇതിനെ എന്ത് പറയാം? √4 ഇൻറ്റു 36. അതായത് 0.4നെ ഞാൻ 4/10 എന്ന് എഴുതി. 36/10നെ 3.6നെ 36/10 എന്ന് എഴുതി. അപ്പൊ ഈ റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ നമുക്കൊരു 10 വരും, /10 വരും അല്ലെ. ഇനി 4ന്റെ വെളിയിലേക്ക് വരുമ്പോ √4 എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ 6ന്റെ വെളിയിലേക്ക് വരുമ്പോ എത്രയാണ്? √36 എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. അപ്പൊ ഈ 6 12. 12/10 എത്രയാണ്? 1.2. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു പ്രത്യേക കോഡിൽ ഹെഡ് എന്നത് 9 3 6 4 എന്നും മെയിൻ എന്നത് 8 6 5 2 എന്നും എഴുതി എങ്കിൽ അതേ കോഡിൽ മെയ്ഡ് എങ്ങനെ എഴുതാം? MA എന്നുള്ളത് ഇവിടെ എന്താണ്? 86 ആണ്.
ഡി ഇ എന്ന് പറഞ്ഞാൽ ഡിക്ക് 4ഉം ഇക്ക് എന്താണ് 3ഉം. അപ്പൊ 8, 6, 4, 3 ഏതാണ് ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത സംഖ്യ ഏത്? എങ്ങനെയാണ് ചെയ്യണം നോക്കൂ. 9 20 ആവാൻ എത്ര കൂട്ടണം? 11 കൂട്ടണം അല്ലെ. 9 + 11 ആണ് 20. ഇനി 20ന്റെ കൂടെ 22 കൂട്ടിയാലാണ് 42 ആവണത്. 42ന്റെ കൂടെ 44 കൂട്ടിയാലാണ് 86 ആവണത്. ഇതെന്താ ചെയ്യണേ? 11ന്റെ ഡബിൾ എടുത്തു 22. 22ന്റെ ഡബിൾ 44. 44ന്റെ ഡബിൾ എത്രയാ? അപ്പൊ 88. അപ്പൊ അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 86 + 88 ചെയ്യണം. 8 6 14, ബാക്കി 1, 8 8 16, 1 17, 174. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്ലോക്കിലെ സമയം 6:40 എങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ 12 മണിക്ക് കുറവാണ് വെച്ചെങ്കിൽ, 12ൽ കുറവാണ് സമയമെങ്കിൽ നമ്മൾ 11:60 നിന്ന് മൈനസ് ചെയ്താൽ മതി. ഈ 6:40 മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ് വരുന്നത്? 5:20. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അല്ല 12ന് കൂടുതലാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാതെ നിൽക്കുന്ന സംഖ്യ ഏത്? ഇതിൽ നോക്കൂ, 19, 29, 39, 41. ഇതിൽ 39 മാത്രമാണ് എന്ത്? അഭാജ്യ സംഖ്യ അല്ലാത്തത്. ഭാജ്യസംഖ്യയായത്. അതായത് 39ൽ 3 പോവും അല്ലെ. 3 പോവും. അപ്പോ ഏത് വരും? 13 വരും. അപ്പൊ ഘടകങ്ങൾ 3ഉം 13ഉം പിന്നെ 1ഉം 39ഉം വരും. അപ്പൊ ഘടകങ്ങള് 1 19, അതായത് ആ സംഖ്യയും 1ഉം മാത്രമായതാണ് ഏത് സംഖ്യ എന്ന് പറയുന്നത്? അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണ്? 39 മാത്രമാണ്. അപ്പൊ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a - b എന്നാൽ b aയുടെ മകനാണ്. a × b എന്നാൽ b aയുടെ സഹോദരിയാണ്. a / b എന്നാൽ a ബിയുടെ സഹോദരനാണ്. a + b എന്നാൽ a ബിയുടെ അമ്മയാണ്. എങ്കിൽ s × r. s × r എന്ന് പറഞ്ഞാൽ എന്താണ്? s × r എന്ന് പറഞ്ഞാൽ 6 s-ന്റെ സഹോദരിയാണ് എന്നുള്ളതാണ്. 6 s-ന്റെ സഹോദരി. ഇനി എന്താണ്? മൈനസ് വന്നു. മൈനസ് പറയുമ്പോ എന്താണ്? 6 എന്താണ്? p 6ന്റെ മകനാണ് എന്ന് വന്നു അല്ലെ. p 6ന്റെ മകനാണ് എന്ന് വന്നു. ഇനി എന്താണ്? / q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ a bയുടെ സഹോദരനാണ്. അതായത് p യും q യും സഹോദരനാണ്. p qയുടെ സഹോദരനായി. അപ്പൊ ഇനി നമ്മൾ എന്താ പറയണത്? അപ്പൊ ഇവിടെ എന്താ? p യും q യും p ന്റെ q ന്റെ ഇവര് സഹോദരനല്ലേ. അവരുടെ അമ്മയാണ് ആരെന്ന് പറയുന്നത്? r എന്ന് പറയുന്നത്. അപ്പൊ a എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.